നമുക്ക് ആരംഭിക്കാം. ഓ സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും ഉന്നതമായിരുന്നു. ഏകാദശം 3-ാം അധ്യായം ഈ 41 അതെ സർ. അടുത്ത ചോദ്യമാണ് ഏത് ചോദിക്കുന്നത്. രാജോവാച കർമ്മയോഗം വദത പുരുഷോ യേന സംസ്കൃത വിധൂയേഹാശു കർമാണി നൈഷ്കർമ്മ്യം വിന്ദതേ പരം. കർമ്മയോഗം വദത, കർമ്മയോഗത്തെ കുറിച്ച് പറയൂ. നഹ, ഞങ്ങൾക്ക്. പുരുഷ, മനുഷ്യൻ. ഏന, യാതൊരു കർമ്മയോഗം കൊണ്ട് സംസ്കൃത, സംസ്കരിക്കപ്പെടുന്നതാണ്. ഇതാണ് കർമ്മയോഗത്തിന്റെ മഹത്വം. ജ്ഞാനവും ഭക്തിയും മോക്ഷത്തിനുള്ള വഴികളാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അനേക ജന്മാന്തരങ്ങൾ കൊണ്ട് സമ്പാദിച്ചു വെച്ച ദുഷ്കൃതങ്ങൾക്ക് കൊണ്ട് ഉള്ളിൽ മാലിന്യം നിറയുന്നവർക്ക് ശുദ്ധഭക്തിയോ പരമജ്ഞാനമോ ഉണ്ടാകാൻ എളുപ്പമല്ലല്ലോ, പ്രയാസമില്ലേ എന്നുള്ള രാജാവിന്റെ സംശയത്തിന് മറുപടിയാണ് കർമ്മയോഗം എന്നുള്ളത്. ഭക്തിയോഗവും ജ്ഞാനയോഗവും കൊണ്ട് ലക്ഷ്യത്തിലെത്താമെന്നിരിക്കെ പിന്നെ എന്തിന് കർമ്മയോഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാണെങ്കിൽ, അത് മനുഷ്യനെ സംസ്കരിക്കാൻ. ഭക്തിയോഗമോ ജ്ഞാനയോഗമോ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള സംസ്കാരം ഈ മനുഷ്യന്, ജീവാത്മാവിന് ഉണ്ടാവണം. അതില്ലേന്ന് ചോദിച്ചാൽ ജന്മാന്തരങ്ങളായി നേടിവെച്ചിട്ടുള്ള സഞ്ചിത കർമ്മങ്ങൾ, പ്രാരബ്ധ കർമ്മങ്ങൾ, അവയിൽ പലതും ദുഷ്കൃതങ്ങളായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ആത്മാവ് ഇതൊക്കെ മലിനമാകും. മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കും. ആ മാലിന്യം കളയണമെങ്കിൽ, അത് കഴുകി കളയെങ്കിലോ കർമ്മം ചെയ്തേ പറ്റൂ. കർമ്മം കൊണ്ട് മാലിന്യത്തെ കഴുകി കളയാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ മാലിന്യം കഴുകി കളഞ്ഞാൽ മനുഷ്യൻ സംസ്കരിക്കപ്പെടും. അങ്ങനെ ഏന പുരുഷോ സംസ്കൃത, യാതൊന്നുകൊണ്ടാണോ മനുഷ്യൻ സംസ്കരിക്കപ്പെടുന്നത് അതിനുവേണ്ടി കർമ്മയോഗം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഇനിയും കർമ്മയോഗത്തെക്കുറിച്ച് ഞങ്ങളോട് പറയൂ എന്ന് യദുവിന്റെ ചോദ്യമാണ്. നോക്കൂ, ഈ ചോദ്യം ചോദിക്കുന്ന ആള് തന്നെ എത്രയോ പണ്ഡിതനാണ്. അല്ല, ഇങ്ങനെ ചോദ്യം അവിടെ നമ്മളിതൊക്കെ കേട്ടുവിടും. നമുക്ക് കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്, മൂന്നും കൊള്ളാം, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് വിടുകയുള്ളൂ. പക്ഷെ ഇതും അങ്ങനെയല്ല. ബുദ്ധിപൂർവ്വം ചോദിക്കുന്ന പണ്ഡിതോചിതമായ ഒരു ചോദ്യമാണ്. ഞങ്ങൾക്ക് മനുഷ്യനെ സംസ്കരിക്കാൻ ഉപയോഗിക്കുന്ന കർമ്മയോഗമാണ്. ആ കർമ്മയോഗം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. വിധൂയ ഇഹ ആശു, വിധൂയേഹാശു. വിധൂയ, തുളച്ചു കളഞ്ഞിട്ട്, മാറ്റിക്കളഞ്ഞിട്ട്, ഇഹ ഇവിടെ, ആശു പെട്ടെന്ന്, കർമാണി കർമ്മങ്ങൾ, നൈഷ്കർമ്മ്യം വിന്ദതേ പരം, പരമാത്മാവിനെ അവിടെ പ്രാപിക്കാൻ തക്കതായ നൈഷ്കർമ്മ്യം വിന്ദതേ. പരം നൈഷ്കർമ്മ്യം വിന്ദതേ, പരമമായ നൈഷ്കർമ്മ്യത്തെ, നിഷ്കാമ കർമ്മത്തെ പ്രാപിക്കത്തക്കതായ ആ കർമ്മയോഗത്തെ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരൂ എന്ന് രാജാവ് പറഞ്ഞു. വിധൂയ ഇഹ ആശു, വിധൂയേഹാശു, ഇഹ ഇവിടെ, ആശു എത്രയും പെട്ടെന്ന്, കർമാണി വിധൂയ, കർമ്മങ്ങളൊക്കെ കഴുകി ശുദ്ധമാക്കിയിട്ട്, പരം നൈഷ്കർമ്മ്യം വിന്ദതേ, പരമമായ നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കാൻ പറ്റും. കർമ്മയോഗം കൊണ്ട് മാത്രമേ നൈഷ്കർമ്മ്യം പ്രാപിക്കാൻ പറ്റൂ.
നിഷ്കാമ കർമ്മത്തിന് കർമ്മം ചെയ്തേ പറ്റൂ. കർമ്മം ചെയ്യാതെ നിഷ്കാമ കർമ്മം ഉണ്ടാവില്ലല്ലോ. അപ്പൊ കർമ്മയോഗം അനിവാര്യമാണ്. അതുകൊണ്ട് ആ നൈഷ്കർമ്മ്യമായ കർമ്മം ചെയ്ത് ബാക്കി മാലിന്യങ്ങളെയൊക്കെ തുളച്ചു മാറ്റുന്ന കർമ്മയോഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണമേ എന്ന് ഇത് വളരെ ആവശ്യമായ, വിദഗ്ധമായ, അതിമനോഹരമായ ഒരു ചോദ്യം ഇപ്പോൾ ചോദിക്കാം. കർമ്മയോഗം വദത ന പുരുഷോയേന സംസ്കൃത വിധൂയേഹാശു കർമാണി നൈകർമ്മ്യം വിന്ദതേ പരം. കർമ്മയോഗം വദത ന പുരുഷോയേന സംസ്കൃത വിധൂയേഹാശു കർമാണി നൈഷ്കർമ്മ്യം വിന്ദതേ പരം. കർമ്മയോഗം വദത ന പുരുഷോയേന സംസ്കൃത വിധൂയേഹാശു കർമാണി നൈഷ്കർമ്മ്യം വിന്ദതേ പരം. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ച് ചിത്തശുദ്ധിക്ക് കാരണമായ കർമ്മം യോഗമായി. കർമ്മത്തെ യോഗമാക്കുന്നത് നിഷ്കാമ കർമ്മമാകുമ്പോഴാണ് കർമ്മം യോഗമാകുന്നത്. അങ്ങനെ അന്ധക്കരണം ശുദ്ധമായി ഒരു സുഗതിയായി തീരുകയുള്ളൂ. അങ്ങനെയുള്ള കർമ്മയോഗമാണ് ഉപദേശിക്കണം എന്നാവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നത് എന്നാണെങ്കിൽ അറിയാത്തത് കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്, അജ്ഞാനം. കർമ്മയോഗവും നൈഷ്കർമ്മ്യവും ശരിയായിട്ട് അറിയാൻ സാധിച്ചാൽ ഈ ചെയ്യുന്ന സകാമ കർമ്മത്തിൽ നിന്നും മനുഷ്യൻ മാറുക തന്നെ ചെയ്യും. ഇതറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം, അന്ധകരണത്തെ പരിശുദ്ധമാക്കി മോഹത്തെ നശിപ്പിക്ക് ആത്മബോധത്തിലേക്ക് എത്തിച്ചേർക്കാൻ ഉള്ള ഈ കർമ്മങ്ങൾ, അതാണ് നിഷ്കാമകർമ്മ അനുഷ്ഠാനം. ഈ അവസ്ഥയിലെത്തുമ്പോൾ മറ്റ് വിഷയങ്ങളൊന്നും ഉള്ളിലേക്ക് കടന്നു വരില്ല. അതുകൊണ്ടുള്ള ലാഭനഷ്ടങ്ങൾ വരില്ല, സുഖദുഃഖങ്ങൾ വരില്ല. എപ്പോഴും മനസ്സ് ഒരേ നിലയിൽ ഉറച്ചു. ഈ ചഞ്ചലമായ സുഖദുഃഖത്തിൽ അകപ്പെടാതെ അതിൻ്റെ അപ്പുറത്തുള്ള ആ ശുദ്ധമായ സ്വരൂപാനന്ദത്തെ പ്രാപിക്കാൻ നൈഷ്കർമ്മ്യം കൊണ്ടേ പറ്റുള്ളൂ, കർമ്മയോഗം കൊണ്ടേ പറ്റുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ കർമ്മയോഗത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ചത്. ഏവം പ്രശ്നമർഷ്യൻ പൂർവം അപൃച്ഛം പിതുരന്തികേ നാബ്രുവൻ ബ്രഹ്മണപുത്രാഹ തത്ര കാരണമുച്യതം. ഏവം ഇങ്ങനെ ഈ പ്രശ്നം, ഈ ചോദ്യം ഋഷിമാരോട് പൂർവം അപൃച്ഛം നേരത്തെ ചോദിച്ചു. പിതുഹു അന്തികെ പിതാവിന്റെ അരികിൽ വെച്ച്, പിതുഹു അന്തികെ പിതാവിന്റെ അടുക്കൽ വെച്ച് നേരത്തെ ഈ ചോദ്യം ചോദിച്ചതാണ്. ന അബ്രുവൻ മറുപടി പറഞ്ഞില്ല. ബ്രഹ്മണപുത്രാഹ ബ്രഹ്മാവിന്റെ പുത്രന്മാരായ ആ ഋഷിമാരോട് മറുപടി പറഞ്ഞില്ല. തത്ര കാരണമുച്യതാം അതിൻ്റെ കാരണം ഇപ്പോൾ പറയൂ എന്ന് ഒരു ഉപചോദ്യവും കൂടി ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം ഇവിടെ പ്രസക്തമല്ല, പക്ഷെ തൻ്റെ അനുഭവത്തിന് കിട്ടിയ ഈ ചോദ്യത്തെ ഒന്നുകൂടി ബലിഷ്ഠമാക്കുന്ന, കനപ്പെടുത്തുന്ന ഒരു ഉപചോദ്യങ്ങൾ ചോദിക്കാം. യദുവിന്റെ പിതാവായ ഇക്ഷ്വാകു രാജാവിന്റെ സമീപത്തിൽ വെച്ച് ഒരിക്കൽ സനകാദികളായ 4 ഋഷിമാർ വന്നു ചേർന്നപ്പോൾ എൻ്റെ പിതാവ് ഈ ചോദ്യം അവരോട് ഈ ചോദ്യം ചോദിച്ചാണ്. പക്ഷെ അവരെ അറിയാമെങ്കിൽ പോലും അന്ന് അതിന് ഉത്തരം പറഞ്ഞില്ല. എന്തായിരിക്കാം അതിന് കാരണം? ഇതും കൂടി നിങ്ങൾ പറയണം. എൻ്റെ പിതാവിന്റെ അടുക്കൽ വെച്ച് പിതുഹു അന്തികേ പൂർവം ഏവം പ്രശ്നം ഋഷി അപൃച്ഛൻ പണ്ട് ഇങ്ങനെ ഈ പ്രശ്നത്തെക്കുറിച്ച് ഋഷിമാരോട് ചോദിച്ചതാണ്.
നാബ്രുവൻ ബ്രഹ്മണപുത്രാഹ, ബ്രഹ്മാവിന്റെ പുത്രന്മാരായ സനകാദികൾ നാബ്രുവൻ മറുപടി പറഞ്ഞില്ല. തത്ര അവിടെ കാരണമുച്യത, അതിന്റെ കാരണം കൂടി പറയണം. സനകാദികൾ പോലും എന്റെ പിതാവിന് മറുപടി കൊടുക്കാതെ പോയ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഞാൻ നവയോഗികളായി നിങ്ങളോട് ചോദിച്ചത്. അന്ന് അവര് പറയാൻ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ അതും കൂടി പറ്റുമെങ്കിൽ പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് ഈ ചോദ്യത്തെ ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ചതാണ്. ഏവം പ്രശ്നമർഷീൻ പൂർവം അപർക്ഷം വിതുരന്തികേ നാബ്രുവൻ ബ്രഹ്മണപുത്രാഹ തത്ര കാരണമുച്യതാം. ഏവം പ്രശ്നമർഷീൻ പൂർവം അപൃച്ഛം പിതുരന്തികേ നാബ്രുവൻ ബ്രഹ്മണപുത്രാഹ തത്ര കാരണമുച്യതാം. രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിന് മറുപടി ആവിർഹോത്രൻ എന്ന ഒരു ഋഷിയാണ് പറയുന്നത്. 9 പേരാണ്. ചോദ്യം ഒരാളെ ചോദിക്കുന്നുള്ളൂ, ഉത്തരം പറയുന്ന 9 പേരാണ്. ഒരാളല്ല ഈ 9ന്റെയും മറുപടി പറയും. ചോദ്യം ഒരാളെ ചോദിക്കുന്നുള്ളൂ, ഉത്തരം പറയാൻ നവയോഗികളായ 9 ഋഷിമാരാണ്. അതിലിപ്പോൾ ആവിർഹോത്രൻ എന്ന ഋഷിയാണ് ഈ മറുപടി പറയുന്നത്. വീണ്ടും വീണ്ടും ഹോമം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് കർമ്മയോഗത്തിന് മറുപടി പറയാൻ യോഗ്യതയുള്ള ആളെന്നുള്ള അർത്ഥത്തിലാണ് ആവിഹി ഹോത്ര, ഹോതാരമാണ്. ഹോമം ചെയ്യുന്നവനാണ്, ഹവിഫ് ഹോമിക്കുന്നവനാണ്, യജ്ഞം ചെയ്യുന്നവനാണ്, വീണ്ടും വീണ്ടും ആവിഹി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നവനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആവിർഹോത്രന്റെ പേര് വന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് കർമ്മയോഗം ചോദിച്ചത്. കേട്ടപാടെ ആവിർഹോത്രം തന്നെയാണ് പെട്ടെന്ന് തന്നെ മറുപടി പറയാൻ പുറപ്പെട്ടത്. കർമ്മോ കർമ്മ അകർമ്മ വികർമ്മേതി വേദവാദോ നലോകിയ വേദസ്ഥിത ഈശ്വരാത്മത്വാ തത്ര മുഹ്യന്തി പൂരയാം. കർമ്മ അകർമ്മ വികർമ്മേതി, കർമ്മമെന്നും അകർമ്മമെന്നും വികർമ്മമെന്നും ഉള്ളത് വേദവാദവും, വേദത്തിലെ വാദമാണ്. വേദത്തിൽ പറയുന്ന വധിക്കുന്നതാണ് വാദം. വേദേ വദതീതി വേദവാദ, വേദത്തിൽ വധിക്കുന്നത് പറയുന്നതാണ് ഇത് മൂന്നും. കർമ്മം അകർമ്മം വികർമ്മം എന്ന് 3 എണ്ണം. വേദവാദോ ന ലൗകിക, അത് ലൗകികമല്ല. നമ്മൾ ധരിച്ചിരിക്കുന്ന ഇത് ലൗകികമാണെന്നാണ്. വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വൈദികമാണ്. ആ വൈദികം ലോകത്തിൽ ഉപയോഗിക്കുമ്പോൾ ലൗകികമാകും. പക്ഷെ ഇത് ഉൽപ്പത്തി വൈദികത്തിലാണ്. വേദസ്ഥിത ഈശ്വരാത്മത്വാത്, വേദത്തിന് ഈശ്വരാത്മത്വമുള്ളത് കൊണ്ട് ലോകത്തിൽ അത് ഉണ്ടാവണം എന്നില്ല. വേദത്തിൽ അത് ഉണ്ടാകണം എന്നുണ്ട്. അതുകൊണ്ട് വേദം ഈശ്വരാത്മകത്വമാണ് എന്നുള്ളത് കൊണ്ട് തത്ര, അതിൽ പൂരേഹ വിദ്വാൻമാര് പോലും മുഖ്യന്തി മോഹിക്കുന്നു. ഇതുകൊണ്ടായിരിക്കാം അന്ന് സനകാദികൾ മറുപടി പറയുന്നത്. കർമ്മങ്ങളുടെ സ്വരൂപം അറിയാൻ ഇത്തിരി വിഷമമാണെന്ന് പറയാം ആദ്യം തന്നെ. ഈ കർമ്മത്തിന്റെ ഗതി വളരെ ഗഹനമാണ്. അതിനൊരു ഉത്തരം, ചോദ്യത്തിന് മറുപടിയൊക്കെ പറയാൻ കാരണം വൈവിധ്യമാർന്നതാണ് കർമ്മം. ഓരോ മനുഷ്യർക്കും, ഓരോ ജീവജാലങ്ങൾക്കും, വൃക്ഷങ്ങൾക്കും, ചെടികൾക്കും ഒക്കെ വൈവിധ്യമാർന്ന കർമ്മങ്ങൾ നിയമിച്ചിട്ടുണ്ട്. അത് വേദോക്തമാണ് ഈ കർമ്മം. അതുകൊണ്ട് ഈ കർമ്മങ്ങളുടെ ഒരു സാമാന്യ സ്വരൂപത്തെ കുറിച്ച് പറയാൻ അത്ര എളുപ്പമല്ല. ഇതുകൊണ്ടായിരിക്കാം അന്ന് സനകാദികൾ മിണ്ടാതെ പോയത്. കർമ്മങ്ങളുടെ സ്വരൂപത്തെ അറിയാൻ വളരെ വിഷമമാണ്. എന്നാൽ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവര് സമാധാനം പറയാതെ ഇരുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് കർമ്മങ്ങളുടെ സ്വരൂപത്തെ കുറിച്ചൊന്ന് ഓർമ്മിക്കാം. എന്താണെന്ന് പറയുന്നതിനേക്കാൾ ഭേദം അതിന്റെ സ്വരൂപം പറയുക. അതാണ്. എന്താണ് സ്വരൂപം? കർമ്മം അകർമ്മം വികർമ്മം, ഇങ്ങനെ വേദത്തിൽ കർമ്മത്തെ 3ആയിട്ട് തിരിച്ചു. എന്താ? 1 കർമ്മങ്ങൾ, 2 അകർമ്മങ്ങൾ,
3 വികർമ്മങ്ങൾ. ഇങ്ങനെ 3ആയിട്ട് വിഭാഗിച്ചിരിക്കുന്നു. വിഹിതമായ പ്രവൃത്തികൾ നടത്തുന്നതാണ് കർമ്മം. വിഹിതം നിശ്ചയിച്ചിരിക്കുന്നത്. മനുഷ്യനായിട്ട് ജനിച്ചു കഴിയുമ്പോൾ കുറേ കർമ്മങ്ങൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് അവരവർ ചെയ്യുക. നമുക്കറിയില്ലല്ലോ ഏതാ ചെയ്യേണ്ടത്. ആരും പഠിപ്പിച്ചില്ലെങ്കിൽ പോലും, ആരും പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും കൊച്ചുകുട്ടി മുതൽ ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാരും പഠിപ്പിച്ചിട്ടൊന്നുമല്ല. കൊച്ചു കുഞ്ഞുങ്ങളെ ജനിച്ച ഉടനെ മുലപ്പാൽ കുടിക്കാൻ ആരും പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിക്കണം എന്നില്ല. പിന്നെന്താണ്, മുട്ടയിലഴിയാൻ, എഴുന്നേറ്റ് നടക്കാൻ, നിൽക്കാൻ, വാക്കുകൾ പറയാൻ ഒക്കെ ഇതൊക്കെ ഇവരുടെ സ്വധർമ്മത്തിൽപ്പെടുന്ന കർമ്മങ്ങളാണ്. എല്ലാവർക്കും ഉണ്ട് ഈ കർമ്മങ്ങൾ. വിഹിതമായ പ്രവൃത്തികൾ, അതാണ് കർമ്മം. അത് ചെയ്യാതിരിക്കുന്നതാണ് അകർമ്മം. ഓരോരുത്തർക്കും ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 ആശ്രമങ്ങളിലും വിഹിതമായ കർമ്മമുണ്ട്. ബ്രഹ്മചാരിക്ക് പഠിപ്പാണ്. ഇത് ഗൃഹസ്ഥന് വിവാഹാനന്തരമുള്ള ജീവിതത്തെ കുറിച്ചാണ്. വാനപ്രസ്ഥന് വിരക്തി വന്ന് അതിൽ നിന്ന് പിന്മാറാനുള്ളതാണ്. സന്യസ്തന് എല്ലാം സന്യസിച്ചിട്ട് ബ്രഹ്മത്തിലേക്ക് പോകാം. ഇത് അവരവരുടെ സ്വധർമ്മങ്ങളാണ്. ഇതേപോലെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാർക്കും അവരവരുടേതായ സ്വധർമ്മങ്ങൾ. അതിൽ പോലും മനുഷ്യർക്ക് സാമാന്യമായൊരു സ്വധർമ്മങ്ങളുണ്ട്. ദാഹം ഉണ്ടാവുക, വിശപ്പുണ്ടാവുക, ഭക്ഷണം കഴിക്കുക, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുക, അറിവ് നേടുക എന്നൊക്കെ പറയുന്നത് എല്ലാ മനുഷ്യർക്കും സാമാന്യമായി ഉള്ള ചില ധർമ്മങ്ങളാണ്. ഇത് നമുക്ക് അനുഷ്ഠിച്ചേ പറ്റുള്ളൂ. ഇത് ചെയ്യാതിരിക്കുന്നതാണ്. ബ്രഹ്മചാരി പഠിക്കാതെ കണ്ടിരുന്നാൽ അത് അകർമ്മമാണ്. അതുകൊണ്ടാണ് അകർമ്മം എന്ന് വിളിക്കുന്നത്. ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധ കർമ്മങ്ങളാണ് വികർമ്മം. കർമ്മം, അകർമ്മം, വികർമ്മം എന്ന്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കർമ്മം. എന്ന കളഞ്ചം പക്ഷേ വിഷം ഭക്ഷിക്കരുത്. നിഷിദ്ധ കർമ്മമാണ്, പാടില്ലാത്ത കർമ്മമാണ്. ഇങ്ങനെ കുറെ നിഷിദ്ധ കർമ്മങ്ങളുണ്ട്. അതിനെ വികർമ്മം എന്ന് വിളിക്കും. അകർമ്മങ്ങളുണ്ട്, കർമ്മമുണ്ട്. ഭഗവത്ഗീത ഒരു 3-4 അധ്യായം മുഴുവനും ഇത് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കളഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഗഹനമാണ്, ആവശ്യമാണെന്ന് കണ്ടിട്ട് തന്നെയാണ് ഗീത ഈ 3-4 അധ്യായം മുഴുവനും. 2-ാം അധ്യായത്തിൽ കർമ്മത്തെക്കുറിച്ച് പറയും. 3-ാം അധ്യായം മുഴുവൻ കർമ്മമാണ്. പിന്നെ അങ്ങോട്ട് കർമ്മം സന്യസിക്കേണ്ടത് എങ്ങനെയാണ് എന്നിങ്ങനെ പലതരത്തിൽ കർമ്മത്തിന്റെ വകഭേദങ്ങളെ കുറിച്ച് വിസ്തരിച്ചുപദേശിച്ചു. അപ്പൊ ഇങ്ങനെ വേദം കർമ്മത്തെ വിഭാഗീകരിച്ചു. വേദവാക്യം ലൗകിക വാക്യം പോലെയല്ല. അതുകൊണ്ടാണ് ലൗകിക എന്ന് പറഞ്ഞത്. വേദവാക്യങ്ങൾ ലോകത്തിലെ വാക്യം പോലെയല്ല. അത് ഈശ്വരവാക്യമാണ് വേദവാക്യം. കാരണം വേദങ്ങൾ അപൗരുഷേയങ്ങളാണ്, ഈശ്വര വാക്കുകളാണ്, ഈശ്വരവാണികളാണ്. അതിന് ലൗകികമായ വാക്കുപോലെ കണക്കാക്കാൻ പറ്റില്ല. ആ ഈശ്വര വാക്ക് ആയതുകൊണ്ട് അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ വിഷമമുണ്ട്. അതുകൊണ്ട് വേദവാദം എന്നതിന് വാദം പറഞ്ഞതാണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ വിഷമം ചെയ്യുക. ഗീത ഇതേ വാക്കുകളുണ്ട്. വേദവാദരതാഹ പാർത്ഥ അന്യദസ്തീതിവാദിന കാമാത്മാന സ്വർഗപരാഹ എന്ന ഗീത ഈ വേദവാദരതാഹ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പൊ കർമ്മവിഭാഗം ചെയ്യപ്പം ലൗകികം പോലെയല്ല. അർത്ഥം അറിയാൻ വളരെ വിഷമമുണ്ട്. ലൗകികന്മാർ പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. പക്ഷെ വേദവാക്കുകളുടെ അർത്ഥം എളുപ്പം മനസ്സിലാക്കാൻ പറ്റില്ല. വേദം അപൗരുഷേയമായതുകൊണ്ടും പൂർവാപര വാക്യങ്ങളുടെ ചേർച്ച നോക്കിയിട്ട് വേണം അതിന്റെ അർത്ഥം നിശ്ചയിക്കാൻ.
നമ്മൾ നിത്യേന ലൗകിക ഭാഷയിൽ സംസാരിക്കുമ്പോൾ അതൊന്നും നോക്കണ്ട, നമുക്ക് വായി തോന്നുന്നതൊക്കെ പറയാം, കുറേയൊക്കെ അർത്ഥം മനസ്സിലാക്കാം, അതൊക്കെ മതി. മറ്റേ അത് പറ്റില്ല. മുമ്പ് പറഞ്ഞ വാക്യം, ഇനിയും പറയാൻ പോകുന്ന വാക്യം, ഇവയ്ക്ക് തമ്മിലുള്ള സാഹചര്യം, ഇതൊക്കെ നോക്കിയിട്ട് വേണം അത് ധരിക്കാൻ. അതെളുപ്പമല്ല. അതുകൊണ്ട് കർമ്മങ്ങളെ വിഭജിച്ച് അവയുടെ സ്വരൂപ നിർണയം ചെയ്യുന്നതിൽ വിദ്വാൻമാർ പോലും മോഹിതരാണ്. തത്ര പൂരേഹ മുഖ്യന്തി. കാരണം ഇത് വേദവാദങ്ങളാണ്. വേദവാദങ്ങളിലെ അർത്ഥതലത്തെ കണ്ടെത്തി പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ സൂര്യകൾക്ക് പോലും ആവില്ല, അത്ര വിഷമമാണ്. അങ്ങനെയാണ് പിന്നെ മറ്റുള്ള കാര്യം പറയേണ്ടതല്ലോ. അതുകൊണ്ട് തന്നെയാണ് സർവജ്ഞനായിരുന്നെങ്കിലും അന്ന് അങ്ങയോടും പിതാവിനോടും സനകാദികൾ ഇതിന്റെ ഉത്തരം പറയാതെ പോയതിന് കാരണം ഇതാവാം എന്ന് രണ്ടാമത്തെ ഉപചോദ്യത്തിന്റെ മറുപടി ഉറപ്പിച്ചുകൊണ്ടാണ് ഉത്തരത്തിലേക്ക് കിടക്കുന്നത്. കർമ്മ വികർമ്മേതി വേദവാദോ നലൗകിക വേദസ്യ ഈശ്വരാത്മത്വാ തത്ര മുഹ്യന്തി ഭൂരയാം. കർമ്മ വികർമ്മേതി വേദവാദോ നലൗകിക വേദസ്യ ഈശ്വരാത്മത്വാ തത്ര മുഹ്യന്തി ഭൂരയാം. പരോക്ഷവാദോ വേദോയം ബാലാനാമനുശാസനം കർമ്മമോക്ഷായ കർമാണി വിധത്തെ ഹ്യഗതം യഥാ. പരോക്ഷവാദോ വേദോയം, ഇത് എല്ലായിടത്തും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. വേദം എന്നുള്ളത് അയം വേദ പരോക്ഷവാദ. ഈ വേദം പ്രത്യക്ഷമല്ല, പരോക്ഷമാണ്. പ്രത്യക്ഷത്തിന്റെ വിപരീതമാണ് പരോക്ഷം. അപ്രത്യക്ഷമല്ല, പരോക്ഷമാണ്. പ്രത്യക്ഷം വെച്ചാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേരിട്ട് സംവദിക്കാൻ പറ്റും, കേൾക്കാൻ പറ്റുക. ശബ്ദത്തിനും പ്രത്യക്ഷം എന്ന് പറയും. ശബ്ദം എനിക്ക് പ്രത്യക്ഷമാണെന്ന് വെച്ചാൽ അക്ഷശബ്ദത്തിന് ഇന്ദ്രിയം എന്നർത്ഥം. അക്ഷിയാണ് കണ്ണ്, അക്ഷം എന്ന് വെച്ചാൽ ഇന്ദ്രിയമാണ്. അപ്പം എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേരിട്ടറിയാൻ, ശ്രവണേന്ദ്രിയം കൊണ്ട് നേരിട്ടറിയാൻ പറ്റുന്നതാണ് ശബ്ദം. ഒരു ശബ്ദം പ്രത്യക്ഷം. ത്വകിന്ദ്രിയം കൊണ്ട് നേരിട്ടറിയാൻ പറ്റുന്നതാണ് സ്പർശം, അത് പ്രത്യക്ഷമാണ്. പക്ഷെ നമ്മളുടെ ഇന്നത്തെ മലയാള ഭാഷയിൽ ലൗകിക രീതിയിൽ പ്രത്യക്ഷം വെച്ചാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നേ നമ്മൾ പറയൂ. അക്ഷം പ്രതി ഇന്ദ്രിയങ്ങൾ തോറും നേരിട്ട് അപ്പോൾ അനുഭവിച്ചറിയുന്നതാണ് പ്രത്യക്ഷം. പക്ഷേ വേദങ്ങൾ പ്രത്യക്ഷമായിട്ട് അല്ല പറയുക, പരോക്ഷമാണ്. കാരണം ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേരിട്ട് അറിയാൻ പറ്റുന്നതല്ല അതിന്റെ ആശയങ്ങൾ. ഇന്ദ്രിയങ്ങളുടെ ഉള്ളിലുള്ള മനസ്സുകൊണ്ട് മനനം ചെയ്ത് വിചാരണ ചെയ്ത് ബുദ്ധിയിൽ അർത്ഥം കണ്ടെത്തേണ്ടതാണ് വേദവാദങ്ങൾ. അതുകൊണ്ട് അതിന് പരോക്ഷം എന്ന് പേര് കൊടുത്താണ്. അയം വേദ പരോക്ഷവാദ. അതുകൊണ്ടാണ് ലൗകികന്മാർക്ക് പെട്ടെന്ന് വായിച്ച അർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്തത് വേദത്തിന്റെ. എന്തുകൊണ്ടാണ് എന്ന് വേദം വ്യഷിച്ച മുനി തന്നെ പറഞ്ഞു തരണം. വേദത്തെ വ്യഷിച്ചവനാണ് വ്യാസൻ. അദ്ദേഹം തന്നെ പറയണം എന്താണ് വേദസ്വരൂപത്തിന്റെ, വേദവാക്കുകളിലെ മഹനീയത എന്താണ്. അത് പ്രത്യക്ഷമല്ല, അത് പരോക്ഷമാണ്. അത് ബാലാനാം അനുശാസനം, ബാലന്മാർക്ക് ഉപദേശിക്കാനുള്ളതാണ്. ബാലന്മാർ എന്ന് വെച്ചാൽ അറിവില്ലാത്തവർ എന്നുള്ള അർത്ഥം. അറിവ് പാകപ്പെടാതെ ഇരിക്കുന്നവർ, അറിയാൻ പോകുന്നേ ഉള്ളൂ. അത് പക്ഷേ എന്താണ്, പാകപ്പെട്ടില്ല. ആത്മജ്ഞാനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് പുണ്യപാപങ്ങളാണ്. രണ്ടും തടസ്സമാണ്. അവയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യാൻ വേദം വിധിച്ചതുകൊണ്ടാണ്. ബാലാനാം അനുശാസനം, ഈ കർമ്മശാസ്ത്രത്തെ കുറിച്ച് അറിയാത്തവർക്ക് അനുശാസനം ചെയ്യാൻ വേണ്ടിയാണ് വേദം പരോക്ഷവാദമായ ഈ കർമ്മ വിധികളെ കുറിച്ച് നമ്മെ ബോധ്യം.
കർമ്മ മോക്ഷായ കർമാണി വിധത്തെ ഹ്യഗതം യഥാ. കർമ്മ മോക്ഷായ കർമ്മങ്ങളെ മോചിപ്പിക്കാനായിക്കൊണ്ട് കർമാണി വിധത്തെ കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നു. യഥാ എപ്രകാരമെന്നാൽ അഗതം മരുന്നെന്ന പോലെ. അഗതം ച മരുന്ന്. ഗതം രോഗമാണ്, രോഗത്തെ ഇല്ലാതാക്കുന്നതാണ് അഗതം, അത് മരുന്നാണ്. അഗതംകാരൻ എന്ന് ഭിഷഗ്വരന്മാർക്ക്, വൈദ്യന്മാർക്ക്, ഡോക്ടർമാർക്ക് പേരുണ്ട്. അപ്പൊ വാസ്തവത്തിൽ ഈ വേദം ഈ കർമ്മം പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം ഒരു പ്രസക്തമാണ്. അത് പരോക്ഷവാദമാണ്. കാരണം വേദങ്ങൾ എപ്പോഴും തത്വജ്ഞാനത്തെ ഉദ്ബോധനം ചെയ്യാനുള്ളതാണ്. കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, രണ്ട് കാണ്ഡമുണ്ട്. അതിലെ ജ്ഞാനകാന്ഡമാണ് വേദത്തിന്റെ മുഖ്യം അല്ലെങ്കിൽ പ്രധാനം. ആ ജ്ഞാനകാന്ഡത്തിൽ കർമ്മത്തിന് പ്രസക്തി ഇല്ലല്ലോ. അതുകൊണ്ട് സ്വർഗാദികളായ സുഖം ലഭിക്കണമെങ്കിൽ യജ്ഞാദികളായ കർമ്മങ്ങൾ ചെയ്യണമല്ലോ, ചെയ്യാതെ പറ്റില്ലല്ലോ. വേദം നമ്മെ ബോധ്യപ്പെട്ടിട്ടുള്ള സ്വർഗകാമോ യജേത. ഇതെന്തിനാണ് എന്നാണെങ്കിൽ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈ യജ്ഞം ചെയ്യാൻ പറഞ്ഞത്. സ്വർഗകാമോ യജേത എന്ന് അതിന്റെ ഫലത്തോടു കൂടിയാണ് യാഗം ചെയ്യണമെന്ന് വേദം സ്പഷ്ടമാക്കിയിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് ഇത് നിഷ്കാമ കർമ്മമാക്കാൻ പറ്റില്ലല്ലോ? സ്വർഗകാമോ യജേത, അത് സകാമല്ലേ? അപ്പൊ വേദം സകാമമായ ഈ കർമ്മത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് വരില്ലേ? അപ്പൊ നിഷ്കാമ കർമ്മമാണ് വേദം എന്നുള്ളതും പരോക്ഷവാദമാണെന്നുള്ളതും അപ്രസക്തമായി തീരില്ലേ എന്നൊരു പൂർവപക്ഷത്തിന് സമാധാനമാണ്. അങ്ങനെ വരില്ല. കാരണം അല്പജ്ഞന്മാരായ ആൾക്കാർക്ക് അവരെ കർമ്മത്തിൽ നിന്നും ഒന്ന് മാറ്റി നിർത്താനുള്ള ഒരു ഉപായത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. അല്പജ്ഞന്മാരായ ജനങ്ങൾ ധാരാളമുണ്ട്, കുറച്ചറിയുന്നവർ. അധികം ആൾക്കാരും അങ്ങനെയാണ്. എല്ലാം അറിയുന്നവരുമില്ല, ഒന്നും അറിയാത്തവരില്ല, അല്പജ്ഞന്മാരാണ്. അങ്ങനെയുള്ള ജനങ്ങൾ എപ്പോഴും കർമ്മത്തിൽ വ്യാപൃതരാകും. നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പക്ഷെ അവരെ ആ കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം. അതിനെന്താണ് ഉപായം എന്ന് ആലോചിച്ചപ്പോൾ സ്വർഗകാമവും യജേത, സ്വർഗം കാമിക്കുന്നെങ്കിൽ യജ്ഞം ചെയ്തോളൂ എന്ന് പറഞ്ഞു. ദോഷകരമായ കർമ്മത്തിൽ നിന്നും അവരെ വ്യാവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യജ്ഞം ചെയ്യാൻ പറഞ്ഞത്. ഹിംസ ചെയ്തോളൂ എന്നല്ല പറഞ്ഞത്. അപ്പം ദോഷകരമായ കർമ്മത്തിൽ നിന്നും അവരെ മാറ്റിയെടുത്തിട്ട് അവരുടെ ബുദ്ധിയെ അല്പദോഷമുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറയുന്നത് ഒരുവിധം പ്രലോഭനമാണ്, മോഹിപ്പിക്കലാണ്. ഹിംസ ചെയ്യാൻ പറഞ്ഞാൽ പൂർണ്ണദോഷമാണ്. യജ്ഞം ചെയ്യൂ സ്വർഗത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് അല്പദോഷം മാത്രമേ ഉള്ളൂ. ആ അല്പദോഷമുള്ള കർമ്മം ചെയ്യാൻ പറഞ്ഞത് ഒരു പ്രലോഭനമാണ്, അല്ലെങ്കിൽ ഒരു മോഹിപ്പിക്കലാണ്. അത് കൂടാതെ പറ്റില്ലല്ലോ, കർമ്മം ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ താരതമ്യേന ദോഷം കുറവുള്ള കർമ്മം ചെയ്തോട്ടെ, അതേതാണ് യജ്ഞം എന്നിങ്ങനെ ആ കർമ്മത്തിന്റെ ന്യായ അന്യായങ്ങളെ കുറിച്ച് ആലോചിക്കാതെ കർമ്മം ചെയ്യുന്ന ആ വാസനയാൽ പ്രേരിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അവരെ നന്നാക്കിയെടുക്കാനാണ് വേദം ഇങ്ങനെ വിധിച്ചത്.
ഇത് ഏതുപോലെയാണ്? അഗതം യഥാ, മരുന്ന് കൊടുക്കുന്ന പോലെയാണ്. ബാലന്മാർക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ പ്രവൃത്തി എങ്ങനെയാണ്? അസുഖമുള്ള ഒരു കുട്ടിക്ക് ഒരു ഔഷധം കൊടുത്ത ഉപദ്രവത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്ന പിതാവ് അല്ലെങ്കിൽ മാതാവ് കുട്ടിക്ക് മരുന്ന് കൊടുക്കാൻ വിചാരിക്കുമ്പോൾ ഔഷധത്തിന്റെ ശരിയായ യോഗ്യത ധരിക്കാൻ ബുദ്ധിസാമർഥ്യമില്ലാത്ത ബാലൻ അതിനെ നിരാകരിക്കുന്നവരാണ്, സ്വീകരിക്കില്ല. കുട്ടിക്ക്, ബാലന്മാർക്ക് ഒന്നാണ് ബാലാനാം അനുശാസനം. അവർക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഈ മരുന്നിന്റെ ഗുണമോ ഇത് കഴിച്ചാൽ ഇന്നത് ഉണ്ടാകുമെന്നോ ഇതൊന്നും ഈ കുട്ടിക്കറിയില്ല. ഒരുപക്ഷെ നമുക്കറിയാം, എന്താണ് വൈദ്യനും അറിയാം, കുട്ടിക്ക് അതറിയത്തില്ല. അതുകൊണ്ട് പലപ്പോഴും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് വാ മുറുക്കിയടച്ച് മാറ്റും, അല്ലെങ്കിൽ തട്ടിക്കളയും, അല്ലെങ്കിൽ വായിലിട്ട തുപ്പികളയും, ഇതൊക്കെ ചെയ്യും. അതുകൊണ്ട് കാരുണ്യമുള്ള പിതാവ് ആ മരുന്ന് കുട്ടിയെ സേവിപ്പിച്ചേ കഴിയൂ എന്നുള്ള ആ ബുദ്ധി കൊണ്ട് ഇത് സേവിച്ചാൽ ഞാൻ നിനക്ക് ഇഷ്ടമുള്ള മധുരപലഹാരം തരാം എന്ന് അവനോട് പറഞ്ഞു. അത് അവനെ മോഹിപ്പിക്കലാണ്, അതൊരു പ്രലോഭനമാണ്. ഇതുപോലെയാണ് വേദം സ്വർഗകാമോ യജേത എന്ന് പറയുന്നത്. ഈ സത്കർമ്മം ചെയ്യിക്കാനുള്ള പ്രചോദനമാണ്. അപ്പൊ കുട്ടിയെ സേവിപ്പിച്ചേ കഴിയൂ. അതുകൊണ്ടാണ് നിനക്ക് ഇഷ്ടമുള്ള ഒരു മധുരപലഹാരം ഞാൻ തരാം എന്ന് പറഞ്ഞ് മോഹിപ്പിക്കുന്നു, പ്രലോഭിപ്പിക്കുന്നു. നല്ല ഒരു ഉദാഹരണമാണ്. നല്ല നമ്മൾ വീട്ടിൽ നമുക്ക് മനസ്സിലാകുന്ന ഉദാഹരണം. അതെ, വ്യാസ എത്ര ബുദ്ധിപൂർവ്വം അങ്ങനെയുള്ളത് പറയൂ. അതെ അതെ അതെ. അവന് പുറകെ കൊണ്ട് നടക്കും, മോനെ കുടിക്ക്, ഞാൻ നിനക്ക് ഇഷ്ടമുള്ള മുട്ടായി തരാം, മുട്ടായി തരാം, അല്ലെങ്കിൽ എന്താ കൊടുത്തിട്ട് തരാം, ലഡു തരാം, എന്താണോ അവന് ഇഷ്ടമോ നോക്കിയാ, അവൻ ഏതാണോ മാത്രമേ ഇഷ്ടമോ നോക്കിയിട്ട് അവന് കൊടുക്കാമെന്ന് പറയും എന്ന് പറഞ്ഞ് മോഹിപ്പിക്കുക. അതൊരു പ്രലോഭനമാണ്. അങ്ങനെ ബാലൻ എന്ത് ചെയ്യും? അതിൽ പ്രലോഭനം ഉള്ളത് കൊണ്ട് അത് കിട്ടും എന്ന് വിചാരിച്ച് ഔഷധം ചെയ്യും. പറഞ്ഞ പ്രകാരം അച്ഛൻ മധുരദ്രവ്യം കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്വർഗം കിട്ടും, കിട്ടാതിരിക്കുന്നില്ല. പ്രലോഭിപ്പിക്കുന്നത് ഇത് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. മധുരദ്രവ്യം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ കൊടുത്തില്ലെങ്കിൽ പിന്നൊരിക്കൽ പിതൃവാക്യത്തെ സ്വീകരിക്കില്ലല്ലോ. പിറ്റേ ദിവസം മരുന്ന് കൊടുക്കാൻ ചെല്ലുമ്പോ ഇന്നലെ എനിക്ക് തരാന്ന് കൊണ്ട് തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മേടിക്കില്ല എന്ന് ഈ കുട്ടി പറഞ്ഞാലോ? എത്ര ബുദ്ധിമാനാണ് വ്യാസൻ നോക്കണം. തിരിഞ്ഞു ചിന്തിച്ച ഒരു പിതാവിന്റെ മനസ്സ് കണ്ടെത്തിയ ഒരു ഋഷി. അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം? അന്നേരം അവന് ഇഷ്ടമുള്ള മധുരം കൊടുക്കണം. നാളെ അവൻ പിന്നെയും ഇത് കിട്ടും വിചാരിക്കുകയും മരുന്ന് കഴിക്കും. അതുകൊണ്ട് സ്വർഗകാമോ യജേത എന്ന് പറഞ്ഞാൽ ആ ഒരു ഫലം എന്താണ്? സ്വർഗസുഖം അവൻ എന്ത് ചെയ്യണം? കിട്ടണം, യജ്ഞം കൊണ്ട് കിട്ടണം. അപ്പോൾ തന്നെ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അത് കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടാകും. ഔഷധം സേവിച്ചതിന്റെ ഫലം ഈ മധുരപലഹാരം അല്ല എന്ന് ധരിക്കണം. ഔഷധം സേവിക്കുന്നതിന് ഫലം രോഗം മാറുകയാണ്, എന്തല്ല മധുരപലഹാരം കിട്ടലല്ല. പക്ഷെ കുട്ടി ഇത് ഈ പ്രലോഭനത്തിൽ വഴങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ മരുന്ന് കഴിക്കുന്നത്. മരുന്നിന്റെ ഫലം ഇതല്ല, യജ്ഞത്തിന്റെ ഫലം ഈ സ്വർഗം അല്ല. സ്വർഗത്തെ എങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് നല്ല കാര്യം ചെയ്യാനായിട്ടും ആകർഷിക്കപ്പെടാം. അത്രേ ഉള്ളൂ. അങ്ങനെ ആകർഷിപ്പിക്കലാണ്. അത് ആ ഒരു ഉദാഹരണത്തെ എത്ര വ്യക്തമാക്കിയാണ് വ്യാസൻ നമ്മുടെ ഒറ്റ വാക്കേ ഉള്ളൂ, അഗതം യഥാ, അത്രേ ഉള്ളൂ. അത് നമുക്ക് വ്യാഖ്യാനം ചെയ്യുമ്പോൾ അത്ഭുതമാകില്ല. അപ്പോ എന്താണ്? മധുരദ്രവ്യ ലാഭമല്ല ഇതിന്റെ ലക്ഷ്യം. പിന്നെന്താണ്? രോഗ നിവൃത്തിയാണ് പരമഫലം. എന്നാൽ രോഗം മാറുന്നതിന് മുമ്പ് ഇടയ്ക്ക് ഫാദുള്ള പലഹാരം കൂടി കിട്ടി എന്നേ ഉള്ളൂ. അത് കൊടുത്ത ഉടനെ സേവിക്കാൻ മനസ്സ് ഉള്ള പുത്രന്മാർ ഈ വിധം മോഹിപ്പിക്കാതെ തന്നെ എന്ത് ചെയ്യാം? അവർക്ക് വേണമെങ്കിൽ രോഗത്തെ മാറ്റുകയും ചെയ്യാം. ഇതുപോലെ വേദവും ഇടയ്ക്കുള്ള സ്വർഗഫലങ്ങളെ മോഹിപ്പിച്ചിട്ട് യാഗാദി കർമ്മങ്ങൾ നമ്മെ കൊണ്ട് ചെയ്യിക്കലാണ്. സ്വർഗാദി ഫലങ്ങൾ കൊടുക്കുകയും ചെയ്യും. എന്നാൽ അത് കിട്ടിയത് കൊണ്ട് പരമസുഖം സിദ്ധിച്ചിട്ടില്ല. മധുരപലഹാരം കഴിച്ചാൽ രോഗം മാറില്ലല്ലോ.
ഔഷധം കഴിച്ചെങ്കിലേ മാറും. ഔഷധം കഴിക്കാൻ വേണ്ടി ഒരു പ്രലോഭനമായിരുന്നു ഈ മുട്ടായി. അത് കിട്ടിയത് കൊണ്ട് പരമസുഖമായി എന്ന് വിചാരിക്കാനും പറ്റത്തില്ല. അപ്പൊ സംസാര ദുഃഖത്തെ തീരെ ഇല്ലാതാക്കാൻ ആ പരമാനന്ദ സ്വരൂപനായ ഭഗവാനോട് ചേരുക എന്നതാണ് സ്വർഗാദികളുടെ മുഖ്യ ഫലം. ഈ സുഖം അനുഭവിക്കലല്ല. ആ പരമപദവിയെ പ്രാപിക്കാനാണ് വേദം ഈ കർമ്മത്തെ ഇത്ര വിസ്തരിച്ച് നമ്മോട് പറയാൻ പുറപ്പെട്ടത്. സകല പ്രാണികളോടും കരുണയുള്ള ഈശ്വരൻ ജീവികളുടെ സംസാര ദുഃഖത്തെ തീരെ നശിപ്പിച്ച് അവർക്ക് പരമാനന്ദം എന്ന പുണ്യഫലം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു സ്തുതി രൂപേണ വേദങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചതാണ്. അതുകൊണ്ടാണ് വേദങ്ങൾ പരോക്ഷവാദങ്ങളാണ് സ്വർഗകാമോ യജേത എന്നുള്ളത് പരോക്ഷമാണ്. പൂർവമീമാംസകാരന്റെ സംശയം കൂടെ തീർക്കാനായിട്ടല്ലേ? അതെ അതെ, അത് തീർച്ചയായിട്ടും മീമാംസ നന്നായിട്ട് ഇവിടെ കൊണ്ടുവരികയാണ്. അതെ അതെ, കാരണം ഈ ആ സംശയം അതോടെ തീർന്നു കഴിഞ്ഞു. പരോക്ഷവാദമാണ് വേദം എന്നുള്ളതിന് വ്യാഖ്യാനിക്കാൻ പുറപ്പെട്ടതാണ്. കാരണം പ്രത്യക്ഷമായ ഫലമല്ല അവിടെ കിട്ടുക, സ്വർഗമല്ല കിട്ടുക. അതിൻ്റെ അപ്പുറത്തുള്ള പരോക്ഷമായ ആത്മാനന്ദ അനുഭൂതിയിലേക്ക് എത്തിക്കലാണ് ഈ യജ്ഞം ചെയ്യുന്നത്. പിന്നെ എന്തിന് സ്വർഗകാമെന്ന് പറഞ്ഞത്? അത് മുട്ടായി കൊടുക്കാം എന്ന് ആശിപ്പിക്കുന്ന പോലെ. അത്ര ഉള്ളു. പാല് കുടിക്കാത്ത പിള്ളേർക്ക് നമ്മൾ കൈ ചുരുട്ടി പിടിച്ചിട്ട് ഇപ്പൊ ഈ പാല് കുടിച്ചാൽ മുട്ടായി തരാം, മുട്ടായി തരാം, മുട്ടായി തരാം എന്നിങ്ങനെ പറഞ്ഞു അവൻ മുട്ടായി ആഗ്രഹിച്ചുകൊണ്ട് പാല് മുഴുവൻ കുടിക്കും. ചിലപ്പോ കൈ മുട്ടായി കാണത്തുമില്ല, എന്നാലും പാല് കുടിച്ചല്ലോ. പാല് കുടിച്ചാൽ ഫലം കിട്ടും. തന്റെ തന്നെ വേദാന്ത സൂത്രങ്ങളെ സാധാരണക്കാർക്ക് വേണ്ടി എത്ര സരളമായിട്ട് വ്യാഖ്യാനിക്കാം. അതെ അതെ, ഭാഗവതത്തിലൂടെ വിവരിക്കുന്നു. ഓരോ വരിയും വാക്കും അളന്ന് തൂക്കിയിട്ട് അത് എഴുതി വെച്ചിരിക്കുന്ന അത്ഭുതം തോന്നുന്നത്. പരോക്ഷവാദോ വേദോയം ബാലാനാമനുശാസനം കർമ്മമോക്ഷായ കർമാണി വിധത്തെ ഹ്യഗതം യഥാ. പരോക്ഷവാദോ വേദോയം ബാലാനാമനുശാസനം കർമ്മമോക്ഷായ കർമാണി വിധത്തെ ഹ്യഗതം യഥാ. നാചരേത് യസ്തു വേദോക്തം സ്വയം അജ്ഞോ അജിതേന്ദ്രിയാം വികർമ്മണ ഹ്യധർമ്മേണ മൃത്യുമുപൈതി സ. ന ആചരേത് യഹ തു വേദോക്തം സ്വയം അജ്ഞോ അജിതേന്ദ്രിയഃ. സ്വയം അജ്ഞഃ, തന്നെത്താൻ അറിയാതെ അജിതേന്ദ്രിയനായിട്ട്, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനായിട്ട്, യഹാത്തു യാതൊരുവനാണോ വേദോക്തം വേദത്തിൽ പറഞ്ഞതിനെ ന ആചരേ ആചരിക്കാതിരിക്കുമോ സഹ അവൻ വികർമ്മണ നിഷിദ്ധകർമ്മം ചെയ്യുന്നത് കൊണ്ടും അധർമ്മേണ അതിനാലുണ്ടാകുന്ന അധർമ്മം കൊണ്ടും മൃത്യോഹോ മൃത്യുവിൽ നിന്നും മൃത്യും മരണത്തെ തന്നെ ഉപൈതി പ്രാപിക്കുന്നു. ഹി തീർച്ച. ആചരേ ദസ്തു വേദോക്തം സ്വയം അജ്ഞോ അജിതേന്ദ്രിയ. അറിവില്ലാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാവാതെ വേദോക്തങ്ങളായിരിക്കുന്ന ഇപ്രകാരമുള്ള കർമ്മങ്ങൾ ആചരിക്കാതിരിക്കുന്നത് വികർമ്മമാണ്, നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യലാണെന്ന് പറഞ്ഞു. അത് അധർമ്മമാണ്. അതുകൊണ്ട് മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്കേ പോകും. മൃത്യോഹോ മൃത്യും ഉപൈതി. മരിച്ചാൽ വീണ്ടും മരിക്കുന്ന മനുഷ്യനായി തന്നെ ജനിക്കും. അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. മൃത്യോഹോ മൃത്യും ഉപൈതി. മൃത്യുവിൽ നിന്നും മൃത്യുവിനെ തന്നെ പ്രാപിക്കും. അപ്പം മനുഷ്യ ജീവിതത്തിൽ കർമ്മം ചെയ്യാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഗീത എപ്പോഴും പറയുന്നതാണ്, നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത്ത് എന്ന് വേദം പറയും. അതിനെയാണ് ഉപനിഷത്ത് കോട്ട് ചെയ്ത് നമ്മളോട് പറഞ്ഞത്. അതിനെയാണ് ഭഗവത്ഗീത പറഞ്ഞത്.
അല്പസമയമെങ്കിലും കർമ്മം ചെയ്യാതെ ഒരാൾക്കും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ശ്വാസോച്ഛ്വാസമെങ്കിലും ചെയ്യണം. അതൊരു കർമ്മമാണ്. ദേഹം കൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഏതെങ്കിലും കർമ്മം ചെയ്തിരിക്കാൻ പറ്റില്ല. ഒന്നും ചെയ്യാതെ ഞാൻ കസേരയിൽ ഇരിക്കാന്ന് പറഞ്ഞിരുന്ന വിചാരമാണ്. ഇതൊക്കെയാ വിചാരിക്കുന്ന കർമ്മമല്ലേ അത്? മനുഷ്യന്റെ കർമ്മമാണ്. മനസ്സുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടായിരിക്കുക. അതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതൊരു കർമ്മമാണ്, റെസ്റ്റ് അല്ല. അപ്പൊ ശരീരം കൊണ്ട് വാക്കുകൊണ്ട് മനസ്സുകൊണ്ടൊക്കെ ഏതെങ്കിലും കർമ്മം ചെയ്യാതെ ഒരാൾക്കും ഇരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വേദത്തിൽ കർമ്മങ്ങളെ വിഭജിച്ചത്. അതുകൊണ്ടാണ് ലോകത്തിന് ഉപകാരമായിരിക്കുന്നവ, ലോകത്തിന് ഉപദ്രവമായിരിക്കുന്ന രണ്ട് തരം കർമ്മങ്ങൾ. അകർമ്മം, വികർമ്മം. ലോകത്തിന് ഉപകാരമായിരിക്കുന്ന കർമ്മങ്ങൾ അത് തന്നെ വികർമ്മം നിഷിദ്ധമായി മാറുമ്പോൾ വികർമ്മമായിട്ട് മാറും. അത് ലോക ഉപദ്രവ കാരണവുമാണ്. ഇതിൽ ലോകാനുഗ്രഹത്തിനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ ലോകത്തിനും സുഖം കിട്ടും, പരലോകത്തിനും. രണ്ടിടത്തും ആനന്ദ അനുഭൂതിക്കുള്ള ഒരു മാർഗമാണ് ഈ കർമ്മം. അതുകൊണ്ട് കർമ്മം ആർക്കും ചെയ്തിരിക്കാൻ പറ്റില്ല. ഋഷിമാർ പോലും കർമ്മം ചെയ്യുന്നില്ല. എന്തിന്? ബ്രഹ്മാവ് പോലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മായേന കുലാലവൻ നിയമിതോ ബ്രഹ്മാണ്ഡ ഭാണ്ഡോദരേ. ബ്രഹ്മാണ്ഡ ഭാണ്ഡോദരത്തിൽ ബ്രഹ്മാവ് ഒരു കുശവനെ പോലെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കില്ലേ. കൽപ്പാന്ത പ്രളയത്തിന്റെ അവസാനത്തെ നിമിഷം വരെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കണം. ബ്രഹ്മാവിന് കർമ്മം ചെയ്തിരിക്കാനേ പറ്റില്ല. കുലാലവത് നിയമിത, ഒരു കുലാലിനെ പോലെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ലീവ് എടുക്കാൻ പറ്റില്ല, ആബ്സെന്റ് ആവാൻ പറ്റില്ല, ലേറ്റ് ആവാൻ പറ്റില്ല. എല്ലാ ദിവസവും ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. നോക്കൂ ബ്രഹ്മാവിന്റെ കർമ്മം. ഭേദമാണ്. അതെ, ബ്രഹ്മായേന കുലാലവൻ നിയമിതോ ബ്രഹ്മാണ്ഡ ഭാണ്ഡോദരി. നമുക്കിടക്ക് റെസ്റ്റ് എടുക്കാം. ഇന്നിപ്പം ഞാൻ ജോലി ചെയ്യുന്നില്ല, ഒരു കുഴപ്പമില്ല. ബ്രഹ്മാവിന് പറയാൻ പറ്റില്ല. അതെ, ഇനി ഇപ്പൊ ഒരാഴ്ച വൃഷ്ടിയില്ല, ഞാൻ ലീവാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ബ്രഹ്മാവ് സദാ കർമ്മനിരതനാണ്. നോക്കൂ, ഇവിടെ ആരാണ് കർമ്മം ചെയ്തിരിക്കുന്നവൻ? ആർക്കും പറ്റില്ല. വിഷ്ണുര്യേന ദശാവതാര കുഹരെ ക്ഷിപ്തോ മഹാസങ്കടേ. വിഷ്ണു ദശാവതാരമാകുന്ന ഒരു കുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതിന് കരകയറാൻ പറ്റില്ല. 10 കഴിഞ്ഞാൽ വീണ്ടും ആദ്യം പോലെ ആരംഭിക്കുകയാണ്. ഇതിങ്ങനെ കൽപ്പാന്ത പ്രളയം വരെ വിഷ്ണുവിനെ അവതാരം എടുത്തുകൊണ്ടിരിക്കണം. ഒരു നിമിഷം പോലും റെസ്റ്റ് ഇല്ല. ആർക്ക്? വിഷ്ണുവിന്. ഇല്ല. അത് എന്ത് സങ്കടകരമായ ഓരോ അവതാരങ്ങളെ എടുക്കുക ഓരോ പ്രാവശ്യവും. വിഷ്ണുവിന്റെ കർമ്മം നോക്കണം. വിഷ്ണു ബ്രഹ്മായേന കുലാലവൻ നിയമിതോ ബ്രഹ്മാണ്ഡ ഭാണ്ഡോദരേ വിഷ്ണുയേന ദശാവതാര കുഹരേ ക്ഷിപ്തോ മഹാസങ്കടേ ശംഭുര്യേന കപാല പാണിപുടകോ ഭിക്ഷാടനം കുറുവതേ. ശിവൻ കപാലം കയ്യിലെടുത്തുകൊണ്ട് അങ്ങനെ ഭിക്ഷാടനം ചെയ്തുകൊണ്ടേയിരിക്കും. അന്തിമ നിമിഷം വരെ ശിവന്റെ ജോലി ഇതാണ്. അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റില്ല, ചെയ്യാതിരിക്കാനില്ല. സൂര്യോ ഭ്രാമ്യതി നിത്യമേവ ഗഗനേ. സൂര്യൻ എന്നും ആകാശത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. റെസ്റ്റില്ല, അവധിയില്ല, ഒന്നുമില്ല. ഇത് സൂര്യന്റെ കർമ്മമാണ്. നോക്കൂ, റെസ്റ്റില്ലാത്ത കർമ്മമാണ് സൂര്യൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ എല്ലാവരും നമസ്കരിച്ച തസ്മൈ നമകർമ്മണേ, എല്ലാവരും കർമ്മത്തെ നമസ്കരിച്ചാൽ മതി എന്നൊരാൾ എഴുതിയൊരു ശ്ലോകം, അത്രേ ഉള്ളൂ. പക്ഷെ അതിൽ ഈ 3 പേരും, സൂര്യനും ചന്ദ്രന്മാരും എല്ലാവരും കാറ്റും ഒക്കെ അവരവിടെ കർമ്മം ചെയ്തുകൊണ്ടായിരിക്കുക. അല്ലാതെ ആർക്കും പറ്റില്ല എന്ന് എന്ത് ചെയ്യാണ്? ഉറപ്പിക്കുകയാണ്. അതുകൊണ്ടാണ്
അതിലും ഇവിടെ പറയുന്ന പോലെ ആ കർമ്മയോഗത്തെ ആ ഒരു ശ്ലോകത്തിൽ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിരുന്നു. അതെ 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 അതെ. അപ്പൊ അങ്ങനെ ഈ ഈ കർമ്മങ്ങളെ വിഭജിച്ച് ലോകത്തിന് ഉപകാരമായത്തക്ക വിധത്തിൽ സുഖാനുഭവത്തിനുള്ള മാർഗമായിട്ട് വിപരീത കർമ്മം വിപരീതമായ ഫലം ദുഃഖമുണ്ടാക്കും, നരകപ്രാപ്തിക്ക് കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് നിഷിദ്ധ കർമ്മങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കർമ്മങ്ങൾ മാത്രമല്ല, നിഷിദ്ധം ചെയ്യരുതാത്ത കർമ്മങ്ങളും പറയും. ഹിംസിക്കരുത്, മറ്റുള്ളവരെ ദ്രോഹിക്കരുത് എന്നൊക്കെ ഇങ്ങനെ കുറെ നിഷിദ്ധ കർമ്മങ്ങളുണ്ട്. വിഷം കഴിക്കരുത്, ഇനി എന്താണ്, പാല് കുടിക്കണം, മറ്റുള്ളവരെ എന്താണ് അവരോട് സൗഹാർദ്ദമായി ഇടപെടണം എന്നിങ്ങനെ വിധിയുണ്ട്, നിഷേധവുമുണ്ട്. രണ്ടു തരത്തിലുള്ള കർമ്മങ്ങളാണ്. അതുകൊണ്ട് ഈ കർമ്മം ചെയ്യുന്നവർ ഇപ്പോൾ കിട്ടിയ ശരീരം നശിച്ചതിന് ശേഷം പിന്നെയും മൃത്യുവിലേക്ക് തന്നെയായിരിക്കും പോവുക, അധോഗതി പ്രാപിക്കും. ഇത് എല്ലാ മതകർത്താക്കളും എനിക്ക് ഒരേ ആശയം തന്നെ ഇന്നലെ പറഞ്ഞ എല്ലാവരും ഇത് തന്നെയാ പറയാ. ഈ കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഇന്ദ്രിയ ജയം വന്നിട്ടില്ലാത്തവരെ കുറിച്ചാണ് ഇവിടെ. ഇന്ദ്രിയത്തെ ജയിക്കാത്തവർക്ക് അകർമ്മങ്ങളിലേക്കും വികർമ്മങ്ങളിലേക്കും പോയിട്ട് സ്വധർമ്മത്തെ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ജനിമൃതികളാകുന്ന സംസാരത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. അവർ വിഷയസുഖങ്ങളെ അന്വേഷിച്ചുകൊണ്ട് അത് അനുഭവിക്കാനുള്ള വിചാരത്തിന് അധീനരായി പരതന്ത്രരായി ഓരോരോ കർമ്മങ്ങൾ ചെയ്ത് അവരവരുടെ സ്ഥാനത്ത് ഇരിക്കാൻ ശക്തിയില്ലാത്തവരായിട്ട് മാറും. കാരണം എന്താണ്, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, ഇങ്ങനെ മാറി മാറി പോവാണ്. അതേസമയത്ത് ആത്മസ്വരൂപത്തെ അറിഞ്ഞുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മം ചെയ്യുന്നതെങ്കിൽ ആ ഇളക്കമില്ലാത്ത ചാഞ്ചല്യമില്ലാത്ത വിഷയസുഖങ്ങൾ നശിച്ചുകൊണ്ട് ഇന്ദ്രിയത്തെ ജയിച്ചുകൊണ്ട് യോഗികളായിട്ട് കർമ്മം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കർമ്മയോഗികളായ യോഗികൾ ഇവിടെ ധാരാളമുണ്ട്. ശുദ്ധഭക്തന്മാരെ, ആത്മജ്ഞാനികൾ, മഹായോഗികൾ, ഇവരൊക്കെ അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് ആർക്കും ഒരിക്കലും കർമ്മത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇനിയും ചിലപ്പോൾ കർമ്മം അവരെ ഉപേക്ഷിച്ചു തരാം, കർമ്മം അവരെ ഉപേക്ഷിച്ചു തരാം, പക്ഷെ അവർക്ക് കർമ്മത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ്? ഇപ്പൊ കയ്യിൽ പുസ്തകം വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് എന്ത് ചെയ്തു, ഉറക്കം വന്നു. അപ്പോൾ ആ പുസ്തകം അവന്റെ കയ്യിൽ നിന്ന് താഴെ വീഴും. അപ്പോൾ ഈ പരമസുഖത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ വിഷയത്തിന്റെ സ്മൃതി കൂടി ഇല്ലാത്തത് കൊണ്ട് ഈ കർമ്മത്തിലേക്ക് പ്രവേശനമില്ല. ഈ കർമ്മം ആരെ വിട്ടു? നമ്മളെ വിട്ടു. ഈ പുസ്തകം കയ്യിൽ നിന്ന് അറിയാതെ താഴെ പോയി. ഇത്ര സുന്ദരമായ ഉദാഹരണമാണ്. വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഉറക്കം വന്നു, അങ്ങനെ കണ്ണടഞ്ഞു, ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ശാന്തമായി, പുസ്തകം കയ്യിൽ പോയത് അറിഞ്ഞില്ല. അപ്പൊ കർമ്മം നമ്മളെ എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. നമ്മൾ ഉപേക്ഷിച്ചെങ്കിലും കർമ്മം നമ്മളെ ഉപേക്ഷിക്കും. അതുകൊണ്ട് ഇന്ദ്രിയവശന്മാരായ സാധാരണ ജനങ്ങൾ വേദത്തിൽ പറഞ്ഞ വിഹിതമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ക്രമേണ ഉയർന്നു പോവാനാണ് ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ അധോഗതിയാണ്. അവർ മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് തന്നെയാണ് പോവുക. അത് ഉണ്ടാവാതിരിക്കണം എന്ന് വേദം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ കർമ്മമാർഗത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നാചരേദ്യസ്തു വേദോക്തം സ്വയം അജ്ഞോജിതേന്ദ്രിയ വികർമ്മണ ഹ്യധർമ്മേണ മർത്യോർ മൃത്യുമുപൈതി ഫ. നാചരേദ്യസ്തു വേദോക്തം സ്വയം അജ്ഞോജിതേന്ദ്രിയ വികർമ്മണ ഹ്യധർമ്മേണ മർത്യോർ മൃത്യുമുപൈതി ഫ. ഈ വാക്കും അർത്ഥവും മാത്രം പറഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റില്ല. പല ഉദാഹരണങ്ങൾ കൂടി. കാരണം അന്ന് ഫനകാദികൾ പോലും മറുപടി പറയാൻ മടിച്ച വിഷയമാണിപ്പോ ഇവിടെ മറുപടിയിലേക്ക്
എന്താണ് ആബൃഹോത്രം പുറപ്പെട്ടിരിക്കുന്നത് നോക്കൂ. എത്ര ഗഹനമാണ് ഈ ചോദ്യം. നമ്മളും ഗീത മുഴുവൻ പഠിച്ചാലും വീണ്ടും വീണ്ടും ചോദിക്കുന്ന ചോദ്യമാണ് ഈ കർമ്മത്തിന്റെ ഗതി. നമുക്ക് പിടികിട്ടാത്ത അതാണ്. അതെ 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 അതെ, അതാണ് ഇവിടെ ഭാഗവതം വളരെ മനോഹരമാക്കി ഉദാഹരണങ്ങൾ കൂടി നമ്മൾ കർമ്മവും വികർമ്മവും അകർമ്മവും എല്ലാം കൂടെ ആകെ കുഴയും. ഗീത വായിച്ച് പഠിച്ചു വരുമ്പോഴത്തേക്കും ഇത് തമ്മിൽ നമുക്ക് ആഹപ്പാട് കുറയും. എങ്ങും ഒത്തിടത്ത് എത്താനാവാത്ത മനസ്സിലാവും. എവിടെ ഉത്തരം പറയാൻ തുടങ്ങിയാലും കർമ്മത്തിന്റെ ഗതി അചിന്ത്യമാണെന്ന് ആദ്യം പറയും. അതെ, കാരണം അത് ആർക്കും അതുകൊണ്ടാണ് ആദ്യമാണ് വനങ്ങാതിൽ പോലും ഒന്നും പറയാതെ പോയത് കൊണ്ടാണെന്നാ പറഞ്ഞേ. അത്ര ഗഹനമാണ് ഈ കർമ്മത്തിന്റെ ഗതി. പക്ഷെ അത് വേദോക്തമാണ്, പരോക്ഷവാദമാണ്. ശരിക്കും അർത്ഥം അറിഞ്ഞ് കർമ്മം ആചരിച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. മുട്ടായി തിന്നാനല്ല മരുന്ന് കുടിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രം മതി. മരുന്ന് കുടിക്കുന്നത് രോഗം മാറാനാണ്. അപ്പൊ ആ ഒരു ധാരണ മാറ്റിയിട്ട് കർമ്മത്തെ ഉപയോഗിച്ചാൽ അത് കർമ്മയോഗത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പര്യാപ്തമാകും എന്നാണ് ആബൃഹോത്രം ഈ ചെറിയ ചെറിയ വരികളിൽ കൂടിയാണെങ്കിലും ഗഹനമായ ആശയത്തെ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഈ അധ്യായം തീരുന്നവരെയും ഇനിയും ഇദ്ദേഹത്തിന്റെ മറുപടിയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ സമയം ഏതാണ്ട് എടുക്കാറായിരിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകമായിട്ടുള്ള ചെറിയ അനുഷ്ഠുപ വൃത്തത്തിലെ ചെറിയ ശ്ലോകങ്ങൾ അനുഷ്ഠുപ വൃത്തത്തിൽ അത്ര ഗഹനമായ ആശയങ്ങളാണ്. അതെ അതെ. ആർക്കും ഇതുപോലെ ഇത്രയും സംക്ഷിപ്തമായിട്ട് പറയാൻ പറ്റത്തില്ല. അതെ, സംശയം തീരെയാണ് പറയാ. പ്രത്യക്ഷവും പരോക്ഷവും എന്താണെന്ന് ഈ പരോക്ഷവാദം എന്ന് പറയുമ്പോൾ വിസ്തരിച്ച് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വേദം അങ്ങനെയാണെന്നും അതിന് ഉദാഹരണം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണത് അങ്ങനെ ആയത് എന്നും കൂടെ ചേർത്തത്. അങ്ങനെ കർമ്മത്തിന്റെ ഗതികളെ കുറിച്ചാണ്. നമുക്ക് ഇനി ഒരു ശ്ലോകം എടുത്താൽ നമുക്ക് തീരില്ല. അതുകൊണ്ടാണ് ഞാൻ അടുത്തയിലേക്ക് കടക്കാൻ. അതൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ അധികം നമുക്ക് ഇനി തുടർന്നും കർമ്മയോഗത്തെ കുറിച്ചുള്ള വിവരണം ഇല്ലയോ സാറേ? ഈ അധ്യായം മുഴുവൻ അതാണ്. 51 ശ്ലോകം ഉള്ളത് മുഴുവനും ഇത് തന്നെ, ഈ കർമ്മത്തെ കുറിച്ച്. കാരണം അദ്ദേഹത്തിന്റെ ചോദ്യം കർമ്മത്തെ കുറിച്ചാണ്. അപ്പം ആദർഭോത്രന്റെ മറുപടി 55ഓളം ശ്ലോകം വരും. അത് മുഴുവൻ ഇതാണ്. തീരുമ്പോഴത്തേക്കിന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ തലയിലോട്ട് കയറുമായിരിക്കും. തീർച്ചയായിട്ടും. എന്താണ് കർമ്മയോഗം എന്നുള്ള ഒരു വ്യക്തമായ ധാരണയിലേക്ക് നമ്മളെ എത്തിക്കാൻ ഭാഗവതത്തിന് പറ്റും. കാരണം വളരെ ചുരുക്കിയാണ്. അത് 10-15 ശ്ലോകത്തിലാണ് ഇത് മുഴുവൻ പറഞ്ഞു തീർക്കുന്നത്. കർമ്മം എന്താണെന്ന്, എത്ര തരമുണ്ടെന്നും അതിന്റെ സ്വഭാവം എന്താണെന്നും ഒക്കെ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നതുകൊണ്ടാണ്. മനുഷ്യ ജീവിതത്തിൽ കർമ്മത്തിന്റെ പ്രസക്തി എന്താണ്, കർമ്മം ചെയ്തിരുന്ന എന്താ ദോഷം എന്നൊക്കെ ഒത്തിരി സംശയങ്ങൾക്ക് മറുപടിയാണിത്. അപ്പൊ ഗീതയെ അപേക്ഷിച്ച് കുറെ കൂടെ ലളിതമായിട്ട് സാധാരണക്കാർക്ക് തക്ക വിധത്തിൽ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചിട്ടായിരിക്കും. അതെ, തീർച്ചയായിട്ടും കാണിച്ചുകൊണ്ട് തന്നെ. ഗീതയിൽ പിന്നെ നമ്മൾ ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്തി വ്യാഖ്യാനിച്ച് പറയണം, എങ്കിൽ അത് ശരിക്കും മനസ്സിലാക്കാൻ. ശൈലിക്ക് വളരെ വ്യത്യാസമുണ്ടല്ലോ ഇതിലെ ശ്ലോകം. തീർച്ചയായിട്ടും ഒത്തിരി കുറെ കൂടെ ശാസ്ത്രീയമായിട്ടുള്ള പദങ്ങളുടെ സിമ്പിളുമാണ്, ശാസ്ത്രീയമാണ്. 3 ശ്ലോകം എടുത്തുള്ളൂ അല്ലേ? ഞാൻ ഒത്തിരി പറഞ്ഞു പോകുന്നുണ്ടോ? അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ശ്ലോകം മാത്രം വായിച്ച് വാക്യാർത്ഥം മാത്രം പറയുവാണെങ്കിൽ ഒന്നും കിട്ടത്തില്ല. നമ്മൾ സാധാരണ വായിക്കുന്ന പോലെ ഉള്ളൂ. വെറുതെ മറ്റുള്ള കഥകൾ വായിക്കുന്ന പോലെ ആയിപ്പോകും. കാര്യമൊന്നും കിട്ടാൻ ശ്ലോകത്തിൽ കഴിച്ചുണ്ടാകും. ശ്ലോകത്തിൽ കഴിച്ചാകും. നമസ്കാരം സാർ. നമസ്തേ. ഞാനിപ്പോ ന്യൂയോർക്കിലാണേ. ഇവിടെ ഇല്ലേ? അത് ശരി. അവിടെ നിന്ന് കേൾക്കാൻ പറ്റുമോ? അവിടെ ഇപ്പൊ രാത്രിയല്ലേ? 5 നേരം വിളിക്കും. ഇപ്പോ മണി 6:30 വെളുപ്പായി. അത് ശരി. രാവിലെ 6:30. എന്നാ പോയേ? ഞാന് മിനിഞ്ഞാന്നെത്തി. 28 തിരിച്ചു വരും.
പരിപാടിയുണ്ട്. 28 തിരിച്ചു വരും. ഓ, അവിടെയൊക്കെ ഇതൊക്കെ ഉണ്ടോ? നമ്മുടെ 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 പരിപാടിയൊക്കെ കുഴപ്പമില്ല. ക്ഷേത്രങ്ങളുണ്ട് സാറേ. ഓ, അവിടത്തേക്ക് വേണ്ടിയാ അല്ലേ? അതെ അതെ അതെ. എന്തായാലും ന്യൂയോർക്കിൽ നിൽക്കുന്ന സാറിനെ ഒന്ന് പരിചയപ്പെടാൻ പറ്റില്ല. നന്നായിട്ടൊക്കെ അവിടെ അമ്പലങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച് ട്രംപിന്റെ ദേഷ്യമൊക്കെ ഒന്ന് കുറച്ചിട്ട് പോരെ. അത് കൊള്ളാം. അതിന്റെ ഒരു കൂടാരമല്ലേ? അതെ അതെ അതെ. ഇന്ത്യയിലേക്ക് ഇറക്കാൻ പറ്റാത്ത ഉൽപാദനങ്ങളൊക്കെ ഇറക്കണം എന്ന് പറഞ്ഞാൽ കഷ്ടമാവൂലേ? അതെ അതെ അതെ, അതാണ് വിഷയം. ഇന്ത്യയില് ബിസിനസ്സുകാരനല്ലേ, കാശുണ്ടാക്കി മാത്രം. അതെ അതെ. ഇന്ത്യയിലേക്ക് പാലുൽപ്പന്നങ്ങൾ ധാരാളം കയറ്റി അയക്കണം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പാൽ കർഷകരെല്ലാം വിഷമിക്കത്തില്ലേ? അപ്പൊ അതൊന്നും നമുക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല. അതെ അതെ. രണ്ടു ദിവസം കൊണ്ട് തീരുമോ? കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല സാർ. നമുക്ക് ഉപസംഹരിക്കാം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി. ഭാഗവതം ബുക്ക് എന്താണ് ബുക്ക് ചെയ്യാത്തവരൊക്കെ ചെയ്തോളൂല്ലോ. ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ എല്ലാവരോടും. എല്ലാരും മെസ്സേജ് കുറെ നാളുകൊണ്ട് കാണുന്നുണ്ടല്ലോ. അത് മതി. കാണുന്നത് ഒന്ന് കർമ്മപഥത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി, അത്രേ ഉള്ളൂ. കാരണം ഈ ഒരു പുസ്തകം എല്ലാവർക്കും തീർച്ചയായിട്ടും. അതെ അതെ. കാരണം ഈ പറയുന്ന ആശയങ്ങളെല്ലാം എൻ്റെ അകത്ത് ക്രോഡീകരിച്ച് ചേർത്തുകൊണ്ടാണ് ബുക്ക് വരുന്നത്. അപ്പം ഇനി എന്റെ ക്ലാസ് കേട്ടില്ലെങ്കിൽ ബുക്ക് വായിച്ചാൽ കിട്ടുന്ന മട്ടിലേക്ക് ആകുമല്ലോ. അതിന്റെ ഗുണമാണ്. കഴിയുന്നവരൊക്കെ മേടിച്ചു വിടാം. ശരിയാണ്.